യാത്ര പ്രസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ NDA കല്യാശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി AV സനൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചു. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ആഗ്രഹിച്ചത്. ഇതിന് BJP കേരളം ഭരിക്കുന്ന പാർട്ടി, അതായത് BJP, അവർ സ്വീകരിച്ച നയം ദേശീയവാദിയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുന്നുണ്ട്. ദേശീയവാദിയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ വിഷയം ഒന്നും കേന്ദ്ര സർക്കാരിന് മാത്രം കുറ്റപ്പെടുത്തി കാര്യമില്ല. കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചത് എലിവേറ്റഡ് ഹൈവേ ആണ്. കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള സ്ഥലം കേരള ഗവൺമെന്റിന് എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇത് പഞ്ചായത്തോ അല്ല മറ്റുള്ള മുനിസിപ്പൽ സംവിധാനങ്ങളോ ആരോപണത്തിന് ഉന്നയിക്കുന്നത്. പക്ഷെ കേന്ദ്രം ഹൈവേക്ക് നിർദ്ദേശിച്ച സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാൻ കേരള ഗവൺമെന്റിനും കേരളത്തിന്റെ ജനസാന്ദ്രതയനുസരിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതനുസരിച്ചുള്ള ന്യൂനതകളൊക്കെ ഈ ഇവിടെ കാണുന്നു. പക്ഷെ പല ആളുകൾക്കും മനസ്സിലാവുന്ന ഹൈവേ വരുമോ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ സ്ഥലം വിൽക്കാതെ വെച്ചവരൊക്കെ ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയുടെ പ്ലാനോ ഇതോ ഒന്നും ആരും പഠിച്ചിട്ടില്ല. പ്രൊജക്ടോ എഞ്ചിനീയറിംഗ് സംവിധാനമോ ഹൈവേ എങ്ങനെ വന്നാൽ എവിടെ കൊടുക്കാൻ പറ്റും എന്നൊന്നും കേരള ഗവൺമെന്റ് ഒരു സമഗ്രമായ പഠനം നടത്തിയിട്ടില്ല. ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ആദ്യഘട്ടം ഇത് പഠിച്ച് എവിടെ വേണം എങ്ങനെ വേണം എന്നുള്ളത് കൊടുക്കാൻ. കാരണം ഇതിനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സോഴ്സസ് ഏജൻസികളെ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോഴാണ് അവർ പറഞ്ഞതിന്റെ ഉദാഹരണം നിങ്ങൾക്ക് മുമ്പിലുള്ള ഈ ഏഴിലോട്ട് വരുന്ന ആ മേൽപ്പാലം. ആ മേൽപ്പാലം ഒരുപാട്, അതുപോലെ തന്നെ അണ്ടർപാസ്, പയ്യൂർ കോളേജിലുള്ള അണ്ടർപാസ്, ഇവിടെയുള്ള ഈ വയാമ്പുള്ളിലെ അണ്ടർപാസ്, ഇതൊന്നും ആദ്യം ഈ പദ്ധതിയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ രണ്ടാമത് ആളുകൾ ഉൾപ്പെടുത്തുക. ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഹൈവേ വരുന്നു എന്നറിയൂ. ഹൈവേ എങ്ങനെ വരുന്നു, ആ ഹൈവേ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു ഇവിടുത്തെ ആളുകൾ പഠിച്ചിട്ടില്ല എന്നുള്ളത് സത്യം. അതിന്റെ ന്യൂനതകളാണ് ഈ ജനതയെ അനുഭവിക്കുന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിൽ ഏകദേശം നമ്മൾ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റും. ഏകദേശം 1400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് ആതുര മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും റോഡിലായാലും എല്ലാ മേഖലകളിലും ഈ പറയുന്ന അത് തിരിച്ച് പറയുന്നില്ല, 1400 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് രേഖകൾ പരിശോധിച്ച് തന്നെ കാണാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണ്ണടച്ചുകൊണ്ട് അതിനെ ഇരട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ? ഞാൻ പഴയ കല്യാശ്ശേരി മണ്ഡലത്തിലെ ജനയുഗത്തിൻ്റെ റിപ്പോർട്ടറാണ്. സത്യം 1400 പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. പക്ഷെ 1400 കോടിയുടെ പദ്ധതികളൊന്നും ജനങ്ങൾക്ക് കാണിച്ചു. ഏതാണ് നടപ്പിലായത്? ഏതാണ് 1400 കോടിയുടെ പദ്ധതി? കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതി, കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കിയ പദ്ധതികളല്ലാതെ നിങ്ങൾ ഏത് റോഡ് പദ്ധതികളാണ് കിഫ്ബിയുടെ പേരിലുള്ള പദ്ധതികളായിരിക്കും നിങ്ങൾ ചിലപ്പോൾ പറയുന്നത്. നിങ്ങൾ നടപ്പിലാക്കിയ എന്നുവെച്ചാൽ ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതികൾ വെറും 1400 1500 കോടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കണം. നിങ്ങൾ പറ, ഏത് പദ്ധതിയാണ് കോടികളുടെ പദ്ധതികൾ എന്നുള്ളത് MLA ജനസമക്ഷം വരട്ടെ. ബോർഡ് വെച്ചിട്ടും ബോർഡ് എഴുതിയിട്ടൊന്നും കാര്യം. എല്ലാവർക്കും രേഖകൾ വേണം. വെറുതെ 1400 കോടി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികൾക്ക് കൃത്യമായ കോൺട്രാക്ട് ഉണ്ട്, സൈനിങ് ഉണ്ട്. അത് ഇത്ര രേഖയുണ്ട്. ചോദിച്ചാൽ രേഖ പോലും കിഫ്ബി ബഹിരാകാശത്തിന് കീഴിൽ വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ 1400 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? പക്ഷേ അത് പല കോൺട്രാക്ടർമാരുടെ DCയിലേക്ക് പോയിട്ടുണ്ടോ? ഇവിടെ ജനങ്ങൾക്ക് ആ പദ്ധതികൾ വന്നില്ല എന്നതാണ് NDA സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാം. രണ്ടാമത് ചോദിക്കാം. ഇവിടെ നമ്മുടെ കല്യാശ്ശേരി മണ്ഡലത്തിൽ തന്നെ ഇപ്പം വോട്ട് ഷെയർ നോക്കി കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് വലിയ തരത്തിൽ, അതായത് മാട്ടൂർ മുട്ടം ആ പ്രദേശങ്ങളിൽ എങ്ങനെ ലഭിക്കും? ആ വോട്ട് ഷെയർ ഞാൻ പറഞ്ഞത് ആ നടപ്പിലാക്കിയ പദ്ധതി പ്രകാരം ജനഹൃദയങ്ങളിലേക്ക് വരുന്ന വോട്ട് ഷെയറുകളാക്കിയ ജനതാ പാർട്ടിയുടെ പിന്തുണയും നാളേക്ക് വോട്ടാകുമെന്നുള്ള പ്രതീക്ഷയും
തീവ്രവാദി പ്രസ്ഥാനങ്ങൾക്കെതിരെ നടത്തുന്ന സന്ധിയില പോരാട്ടം ഒരു വിഭാഗം ജനതയിൽ നിന്ന് വോട്ടായി മാറുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ മുന്നണി വികസന പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കോച്ച് അല്ലേ? വികസന പ്രവർത്തനമാണ് ഞങ്ങളുടെ കോച്ച്. കല്യാശ്ശേരി മണ്ഡലത്തിൽ എനിക്ക് MLA MP, പക്ഷേ നിങ്ങളെ ഈ പാർട്ടി എന്ന നിലയിൽ ഈ മണ്ഡലത്തിന് വേണ്ടി എന്താണ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളും ഫണ്ടുകളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു? നാളെ MP ആയാലും MLA മാത്രമേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയുന്നത് വികസനമാണെന്നോ? കല്യാശ്ശേരി മണ്ഡലത്തിൽ നിങ്ങളെ LGP NDA എന്ന നിലയിൽ മണ്ഡലത്തിന് എന്ത് സംഭാവനയാണ് ചെയ്തത്? അത് മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, MP എന്നുള്ള നിലയിൽ ഏത് പദ്ധതിക്കാണ് കേന്ദ്ര ഗവൺമെന്റിനോട് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഹൈമാസ്റ്റ് ആയിട്ട് അല്ലാതെ വേറെ ഏത് പദ്ധതിയുടെ പ്രൊജക്റ്റാണ് എന്നും നമ്മളോട് പറയണം. നമ്മൾ പറഞ്ഞു എല്ലാ സർവേകളും കഴിഞ്ഞ ഈ തുറമുഖ പദ്ധതി ഇതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ എലവേറ്റഡ് ഹൈവേ ഒന്നുകൂടെ പറയാം. ഞങ്ങൾ വികസന പദ്ധതികളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഒന്ന് പഴയകാടി മാറ്റൂരിൽ വരുന്ന റോഡിൽ അണ്ടർപാസ് കഴിഞ്ഞ 5 വർഷമായി MLA വന്നത് മുതൽ തുടങ്ങി എന്തുകൊണ്ടാണ് 4 പേര് പദ്ധതി തുടങ്ങിയിട്ടില്ല. റെയിൽവേ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ ചോദിച്ചാൽ പറയും റെയിൽവേ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടപ്പോൾ റെയിൽവേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ക്രെഡിറ്റ് അല്ല MLA. അതാണ് ഞാൻ പറഞ്ഞ 1400 കോടിയുടെ പദ്ധതി. ക്രെഡിറ്റ് അല്ല MLA. സ്വാഭാവികമാണ്. MPയും MLA ഇല്ലാത്ത പാർട്ടിക്ക് ക്രെഡിറ്റ് ചോദിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഇലക്ഷൻ ആ പീക്ക് ടൈമിൽ എത്തുമ്പോൾ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ ഈ ആൾക്കാരെ കാണാൻ വേണ്ടി പോകുമ്പോൾ? ചോദിക്കുന്നത് ഇപ്പം ഗ്യാസുമായി ബന്ധപ്പെട്ട കണക്ഷൻ നമുക്ക് ലഭ്യമല്ല, പല ഹോട്ടലുകളും വലിയ തുക ഈടാക്കുന്നു. എന്താണ് അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? ഞാൻ പല ഈ ഗ്യാസുമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് പല കാലഘട്ടങ്ങളിലായി ഈ ഹോർമോസ് കടലെടുപ്പും അതുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ വിഷയങ്ങൾ. അത് സ്വാഭാവികമായി ഏറ്റവും ലോകത്തിലെ 20% പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കടന്നു പോകുന്ന ഒരു കപ്പൽ ചാനൽ അടച്ചുപൂട്ടുമ്പോൾ ഉണ്ടാകുന്ന നേരിയ 53,000 മെട്രിക് ടൺ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പ്രധാനമന്ത്രിയും നമ്മുടെ പെട്രോളിയം വകുപ്പ് മന്ത്രിയും കൊണ്ട് പറഞ്ഞു. സ്വാഭാവികമാണ് ഒരു യുദ്ധം ഇന്റർനാഷണലി വന്നു കഴിഞ്ഞാൽ അവിടെ LNG നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ഇന്റർനാഷണലി ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ LNG ഉത്പാദിപ്പിക്കുന്ന ഒരു രാഷ്ട്രം അത് ഖത്തറാണ്. ഖത്തറിന്റെ അവസ്ഥ പൂർണ്ണമായും ഏകദേശം 70% LNG ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതികളും അവർ നിർത്തലാക്കണം. സ്വാഭാവികമായ അടിസ്ഥാനത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഭാരതത്തിലേക്ക് വരുന്നത് കുറയും എന്നത് സത്യമാണ്. പക്ഷേ ഇവിടെ അതിന് ഒരു കുറവും വന്നിട്ടില്ല. ഇവിടെ പല ആളുകളും ഊഴ്ത്തിവെപ്പും കൈചെറിയ നടത്തുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളത്. അവർക്കെതിരെ പിടിക്കപ്പെട്ടാൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് സുസ്ഥിരമായി പറഞ്ഞു. അതാണ് ഞങ്ങളും പറയുന്നത്. ഇവിടെ പറഞ്ഞ കാര്യം വളരെ ഗൗരവമുള്ള 1-2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ കല്യാശ്ശേരി മണ്ഡലത്തിൽ കൃത്യമായ വികസനമില്ല എന്ന് പറഞ്ഞ കാര്യം. കാരണം 1400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുവെന്ന് ഇപ്പം നിലവിലുള്ള MLAയുടെ നേതൃത്വത്തിൽ പരസ്യമായി പറയുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട NDA സ്ഥാനാർത്ഥിയായ സനലിനെ ഒന്നും നടന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് പരസ്യമായ ഒരു സംവാദം ഇതിലൂടെ നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? അത് ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? രണ്ടാമത് പറഞ്ഞ കാര്യം, വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കോൺട്രാക്ടർമാരുടെ കൈകളിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കത് കൃത്യമായ തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ അത് പരസ്യമായി അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ നടത്തേണ്ട പോലെ എന്താ പറയുന്നത്. ഞാൻ എല്ലാവിധ ആശംസകളും. കാരണം ഒരു കാലത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ചെറുപ്പക്കാരൻ വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ ഇതിലേക്ക് വന്ന് ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും. അഴിമതി ഏറ്റവും ഒരു ഉദാഹരണം ഇപ്പോ 18 കോടിയുടെ ഈ KSD പദ്ധതിയുടെ വീട്ടാറിലാണ്. പക്ഷെ വ്യക്തിപരമായി ഞാൻ പറയുന്നില്ല. അത് ഒരാളെ നമ്മൾ വ്യക്തിപരമായി ചെയ്തു. കോൺട്രാക്ടർ ആരാണെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കും. നമ്പർ 1. പിന്നെ വികസന പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഫ്ബി പദ്ധതികൾ നടപ്പിലാക്കുന്നതല്ല വികസനം.
അല്ലെങ്കിൽ ഏതെങ്കിലും മസാല കൊണ്ട് സംവിധാനങ്ങൾ അവിടെ എവിടെയെങ്കിലും ഓഹരി വിപണിയിൽ കൊണ്ടുവന്ന് അവിടുത്തെ പണം സഹായിച്ച് കേരളത്തിൽ ഒരു വികസനം ഉണ്ടാക്കാമെന്ന് പറയുന്നത് നിങ്ങൾ എവിടെയോ വീട്ടിൽ സുഹൃത്തുക്കൾ. അപ്പോ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തും. നിങ്ങൾ 1400 കോടിയുടെ പദ്ധതികളുടെ ലിസ്റ്റ് തിരഞ്ഞെടുപ്പിന് മുൻപിൽ വെക്കും. മറുപടി പറയാൻ ഞാനും NDAയുടെ ഭാഗത്തു നിന്ന് അതിന്റെ സംവിധാനവും പരസ്യമായി ചാലഞ്ച് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു, കോൺഗ്രസിൽ നിന്നും വന്ന സ്വാഭാവികമാണ്, കോൺഗ്രസിൽ വന്ന കോൺഗ്രസ് ഒരു തീവ്രവാദി പ്രസ്ഥാനമല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. കോൺഗ്രസ് ഏത് കാലഘട്ടങ്ങൾ കൊണ്ട് തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് എനിക്കും എല്ലാവർക്കും അറിയാം. അപ്പോ ആ തീവ്രവാദി സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന അവസ്ഥയിലേക്ക് എന്നെ പോലെയുള്ള ദേശീയ രാഷ്ട്രീയ ചിന്താഗതിയുള്ള ഒരാൾക്ക് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ കഴിയില്ല എന്നും എന്നെ ഞാൻ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതല്ല, ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അതിന്റെ പിന്നാമ്പുറങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും അന്വേഷിച്ചാൽ എടുക്കാൻ പറ്റും. പിന്നെ EMS ഉൾപ്പെടെയുള്ള കോൺഗ്രസിൽ നിന്ന് കടന്നുവന്നവരാണെന്നാണ് എനിക്ക് മുന്നോട്ട് പറയുന്നത്. ലാസ്റ്റ് ഒരൊറ്റ ചോദ്യം കൂടി. ഈ മാടായിക്കാവിൽ 1,48,00,000 രൂപ ചെലവിട്ട് റോഡ് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ആ റോഡിനെതിരെ കഴിഞ്ഞ ദിവസം LDFിൻ്റെ കൺവീനർ നടത്തിയ പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJPൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച, അതായത് കല്യാശ്ശേരി ബ്ലോക്കിലേക്ക് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് അതിനെതിരെ പരാതിയുമായി കോടതിയെ സമീപിച്ചതെന്ന്, അതുകൊണ്ടാണ് ആ പരാതിയുമായി പോയത് കൊണ്ടാണ് ആ പ്രവൃത്തി ഇത്രയും വൈകാൻ വേണ്ടി കാരണമെന്ന് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ LDFിൻ്റെ കൺവീനർ പറഞ്ഞ് ആ ഒരു പരസ്യമായിട്ട് അത് പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞതാണ്. അങ്ങനെ ഒരു ഇത് നടന്നിട്ടുണ്ട്. ആ പരാതി കൊടുത്തതിൽ AV സനിൽകുമാർ എന്നാണ്. ആ പരാതിയിൽ എവിടെയെങ്കിലും എന്റെ പേര് പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ AV സനലിന്റെ പേര് പറഞ്ഞില്ല. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മത്സരിച്ച കല്യാശ്ശേരി ബ്ലോക്കിൽ നിന്ന് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഇതിന് കൊടുത്തതെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ട്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായാലും കല്യാശ്ശേരി ബ്ലോക്ക് ബ്ലോക്കിലായാലും ഇപ്പോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാനാണല്ലോ സനി. അപ്പൊ എന്റെ പേര് വരണ്ടേ? ഏതെങ്കിലും രീതിയിൽ റോഡിനെതിരെ ഈ പറയുന്ന 1,42,00,000 വികസന പദ്ധതി എന്ന് പറയുന്ന കേവലം 80 ലക്ഷം രൂപ കൊണ്ട് തീർക്കാൻ പറ്റുന്ന പദ്ധതി ചോദിച്ചുകൊണ്ട് പറയിപ്പിച്ചതാണ്. ഈ KSTP റോഡിൽ ആ പദ്ധതിയുടെ പ്രൊജക്ട് നിങ്ങൾ നോക്കുക. മാടായിപ്പാറ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ്, ജൈവ സങ്കേതമാണ്. ഈ കേരളത്തിൽ തന്നെ ബയോഡൈവേഴ്സിറ്റി കേന്ദ്രങ്ങളിൽ എണ്ണപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രവും ചിറക്കൽ ദേവസ്വം വകുപ്പിന് കീഴിലുള്ള അനേകായിരം ഏക്കർ ഭൂമികളിൽ അവശേഷിപ്പിക്കുന്നത് കേവലം 300-400 ഏക്കറുള്ള ഭൂമി. അപ്പോ ഞാൻ നീളുന്നില്ല. അപ്പോ ആ പ്രൊജക്റ്റിൽ 200 ലൈറ്റുകൾ, അവിടെ ലൈറ്റുകൾ ഇടാൻ പാടില്ല പക്ഷിശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. 3 മണിക്കും 2 മണിക്കും വരുന്ന പറവുകളും അവിടുത്തെ സസ്തനികളും ജീവികളുമുള്ള ജീവജാലങ്ങളുള്ള സ്ഥലത്ത് ലൈറ്റുകൾ, ഹൈ ഫ്ലെക്സിബിൾ ലൈറ്റ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയുടെ എല്ലാ ഉത്തരവുകളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ MLAയുടെ നേതൃത്വത്തിൽ ആ പ്രൊജക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആ പ്രൊജക്ടിനെതിരെ ഒരുപാട് പരിസ്ഥിതി സ്നേഹികളും മറ്റാളുകൾ പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ടാവോ? അത് NDAയുടെയും അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ തലയിൽ ചൂരുന്നത് വളരെ തെറ്റിദ്ധാരണ, ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പറ്റുന്ന അത് പിൻവലിക്കണമെന്നാണ് എനിക്ക് പറയാം. മത്സരിക്കുന്ന മണ്ഡലത്തിൽ യുവക്ഷേമ സഭയുടെ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഒരു അത്തരത്തിലുള്ള ഒരു ജാതിപരമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. BJPക്ക് അത്തരം വോട്ടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷയുണ്ടോ? എങ്ങനെയാണ് ആ ഒരു വിഷയവുമായി? സ്വാഭാവികമായി യുവക്ഷേമ സഭയും അവിടെ രൂപീകരിക്കപ്പെട്ട ഈ സംവിധാനവും സംഘടനയും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അതുമായിട്ട് ബന്ധമില്ല. അപ്പോ അവിടെ ആ യുവക്ഷേമ സഭയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആളുകളുണ്ടെന്നാണ് ഞാൻ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അവര് നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടുണ്ട്, സ്വാഭാവികമാണ്. അത് അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അവർക്ക് നാളെ എന്തായിരിക്കണം, എന്ത് നടത്തണം എന്ന് പറയുന്നതും അവർക്ക് അത് ചെയ്യേണ്ടതും
അവരുടെ തീരുമാനം അത് ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സനൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കുക, പിൻവലിക്കുക. ക്ഷേമസഭയുടെ സ്ഥാനാർത്ഥി അല്ല കേട്ടോ, സ്വതന്ത്ര സ്ഥാനാർത്ഥി. ക്ഷേമസഭയുടെ ഭാരവാഹിയാണെന്ന് ആരായാലും ഈ ഇന്ത്യ മഹാരാഷ്ട്രത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള അവകാശം അതല്ല രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് CPM-ൽ നിന്നും ഒരു വലിയ വിഭാഗം ആണ് വിദ്യാക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകർ. അപ്പൊ BJP-യെ പോലുള്ള ഒരു ഇവിടെയൊന്നും ഒരു പിന്നെ സ്ഥാനത്തില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു സ്പേസ് എന്ന രീതിയിൽ അത്തരം ഒരു വോട്ടുകളെ കാണുകയോ അത് പ്രതീക്ഷിക്കുകയോ അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു, പൊളിറ്റിക്കലി എല്ലാ വോട്ടുകളും ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതൊരു നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാത്രം വിഷയമല്ല. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങൾ തടസ്സപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി CPM മാറിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വെറും കുഞ്ഞുമക്കൾക്ക് മാത്രമല്ല, ശബരിമല പള്ളി ഉൾപ്പെടെ ഹൈന്ദവ ആരാധനാലയങ്ങളെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടവകാശത്തിൽ അവർ നിർവഹിക്കുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കല്യാശ്ശേരിയിലെ സ്ഥാനാർത്ഥികളുടെ സ്ഥാനത്തിൽ എനിക്ക് പറയാം. വോട്ട് വേണ്ടാമെന്ന് BJP കല്യാശ്ശേരി മണ്ഡലം കരുതുന്നുണ്ട്. ആ തീവ്രവാദത്തിന്റെ വാക്കുകേട്ടുണ്ട്. അത് ആരാണെന്ന് അറിയാം. നമുക്ക് സ്വാഭാവികമാണ് തീവ്രവാദി പ്രസ്ഥാനം ആരാണെന്ന് നിങ്ങൾക്കറിയാം. SDPയും ജമാഅത്തെ ഇസ്ലാമിയുമാണ് ഇവിടുത്തെ തീവ്രവാദി പ്രസ്ഥാനങ്ങൾ എന്ന് നമുക്കറിയാം. സ്വാഭാവികം ആ വോട്ട് ആരുടെ വേണ്ടാവുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് പറയാം. പക്ഷെ ഈ രാജ്യസുരക്ഷയ്ക്ക് എതിരെയുള്ള ഒരു സംവിധാനത്തിൽ BJPയും NDAയും പ്രോത്സാഹിപ്പിക്കില്ല. അത് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുക്കുന്നതിനെ മറ്റു വോട്ടർമാർ പ്രതികരിക്കും എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സലിമിന് എല്ലാവിധ ആശംസകളും അതേപോലെ അറിയിക്കേണ്ടത്. ഇവിടെ വളരെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിലാണ് ചോദ്യങ്ങൾ നടന്നത്. അതിൽ സ്ഥലം നൽകിയ മറുപടിയും സൗഹൃദപരമായിരുന്നു. അതുപോലെ രാഷ്ട്രീയമാണ് മറുപടി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു തരത്തിലുള്ള രാഷ്ട്രീയം പറയേണ്ടതാണ്. STP റോഡിൻ്റെ കോൺട്രാക്ടർ പറയുമ്പോൾ തന്നെ മേഘാ കൺസ്ട്രക്ഷൻ്റെ വർക്കുള്ള ആലോചിക്കണം. കാസർഗോഡ് മുതൽ അല്ലെങ്കിൽ കരിവള്ളൂർ മുതൽ മലപ്പുറം വരെ മഴ പെയ്താൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതും ഒരു കോൺട്രാക്ടറാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിമർശനമായിട്ട് പറയുന്നില്ല. ഇവിടെ പങ്കെടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച എല്ലാ പ്രവർത്തകരെയും അതിന് മറുപടി പറഞ്ഞ സജീവനും ആശംസ അറിയിച്ചുകൊണ്ട് പറയാനില്ല. കാരണം നമുക്കറിയാം കേന്ദ്രം മോഡി സർക്കാരിന്റെ കീഴിൽ കഴിഞ്ഞ 12 വർഷക്കാലമായി നടത്തിവരുന്ന വളരെ നിരീക്ഷണമുള്ള പദ്ധതികൾ, അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് 50 വർഷം 2047 ആകുമ്പോഴേക്കും ഭാരതം ഒരു വികസ്വര രാജ്യമായി മാറി മാറാനുള്ള കാഴ്ചപ്പാടോടുകൂടി മോഡി ഗവൺമെന്റ് വളരെ ദീർഘവീക്ഷണമുള്ള നിരവധി പദ്ധതികളാണ് ഭാരതത്തിലെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിസ്ഥാന വികസനത്തിന്റെ കാര്യം, റോഡ്, റെയിൽവേ, അതുപോലെ വ്യോമഗതാഗതം, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും വളരെ വലിയ രീതിയിലുള്ള ഒരു പദ്ധതി ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് വളരെ പ്ലാൻ ചെയ്തിട്ടില്ല. അതായത് നമ്മൾ കേവലം ഒരു വോട്ടിന് വേണ്ടിയിട്ട് അടുത്ത വർഷം അടുത്ത ഇലക്ഷനിൽ നമുക്ക് വോട്ട് കിട്ടണം, അതിനു വേണ്ടിയിട്ടുള്ള ജനപ്രിയ പദ്ധതികൾ മാത്രമല്ല, പിന്നെ നമ്മൾ ഭാരതത്തെ ലോകത്തിന് മുമ്പിൽ ഒരു വിശ്വഗുരുവായി ചേർത്തി കാണിക്കാനുള്ള രീതിയിലുള്ള ഒരു വലിയ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു വികസനത്തിന്റെ ഒരു അനുരണനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ മുഴുവൻ എല്ലാ മണ്ഡലങ്ങളിലും എത്തിച്ചേരും. നമ്മുടെ കന്യാകുമാരി മണ്ഡലത്തിലും ആ ഒരു വികസനത്തിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മുടെ മണ്ഡലത്തിലും എല്ലാ സ്ഥലത്തും എത്തിച്ചേരും. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള സർക്കാരിന്റെ ഭാഗമായിട്ട് ആ ജനപ്രതിനിധി, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധി കേരളത്തിലെ സർക്കാർ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ, മോഡി ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്ന ഡബ്ല്യു സർക്കാർ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വികസനത്തിന്റെ കാര്യത്തിൽ വളരെ വേഗത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളത് കേരളത്തിലും അതുപോലെ കന്യാകുമാരിയിലും നമ്മുടെ ആ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ
സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് ആ വികസനത്തിന്, നാടിൻ്റെ വികസനത്തിന്, എല്ലാ മേഖലകളിലുള്ള വികസനം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ വികസനത്തിൽ ജനങ്ങൾ മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കണം മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രസ് ഫോറത്തിൽ നടന്ന പരിപാടിയിൽ പ്രസ് ഫോറം സെക്രട്ടറി ഷനിൽ ചെറുതാഴം മോഡറേറ്ററായി. മുതിർന്ന പത്രപ്രവർത്തകൻ രാഘവൻ കടന്നപ്പള്ളി പരിപാടി അവലോകനം ചെയ്ത് സംസാരിച്ചു. അരവിന്ദാക്ഷൻ കെ പി, ടി ബാബു പഴയങ്ങാടി, ഭാസ്കരൻ വെള്ളൂർ, രാജേഷ് എലിപുരം, ജയരാജ് മാതമംഗലം, റഫീഖ് പാണപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. OK നാരായണൻ നമ്പൂതിരി നന്ദിയും രേഖപ്പെടുത്തി. NDA പ്രവർത്തകരും പ്രസ് ഫോറം അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ്